അമേരിക്കൻ വിമാനങ്ങളിൽ ഭൂരിഭാഗവും സെപ്രസിലാണ്. അമേരിക്കയെ അവിടെ നിന്ന് ഒഴിപ്പിക്കണമെന്ന് ഇറാൻ സെപ്രസിനോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു. അമേരിക്കക്കാരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ തയ്യാറല്ലെങ്കിൽ തങ്ങളുടെ 10,000-കണക്കിന് മിസൈലുകൾ സെപ്രസിൽ പതിക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി. സെപ്രസിലെ ബ്രിട്ടീഷ് വ്യോമസേന താവളം ഇറാൻ ആക്രമിച്ചിരുന്നു. അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്നു എന്ന കുറ്റം ചുമത്തിയാണ് ബ്രിട്ടന് നേരെ ഇറാൻ ആക്രമണം നടത്തിയത്. ഇറാന്റെ ഡ്രോണുകൾ ബ്രിട്ടീഷ് സൈന്യം വെടിവെച്ചിട്ടതായി അവർ പറഞ്ഞു. മാത്രമല്ല, ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ തങ്ങൾ കക്ഷി ചേരില്ലെന്നും ബ്രിട്ടൻ അസന്നിഗ്ധമായി വ്യക്തമാക്കി. ഒരു ഭാഗത്ത് ട്രംപ് ഒറ്റപ്പെടുകയാണ് ലോകത്ത്. ട്രംപ് നടത്തിയ ട്രംപിന് തന്നെ തിരിച്ചടിയായി മാറിയിരിക്കുന്നു. ഇറാന്റെ ആക്രമണം പശ്ചിമേഷ്യ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. പശ്ചിമേഷ്യ മുഴുവൻ യുദ്ധക്കളമാക്കിക്കൊണ്ടാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത്. 555 പേരാണ് ഇറാനിൽ ഇതുവരെ കൊല്ലപ്പെട്ടത്. അതിലേറ്റവും ദയനീയമായ കാര്യം 100-ലധികം കുരുന്നുകൾ കൊല്ലപ്പെട്ടു എന്നാണ്. അമേരിക്ക ഇസ്രായേൽ സഖ്യം ഇറാനിലെ വിദ്യാലയത്തിൽ നടത്തിയ ആക്രമണത്തിൽ 100 കണക്കിന് കുരുന്നുകളാണ് കൊല്ലപ്പെട്ടത്. അതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും അമേരിക്ക എന്നാണ് ഇറാൻ പറയുന്നത്. സെപ്രസിനെ ഇറാൻ ആക്രമിക്കും എന്ന് പറഞ്ഞതിലൂടെ യുദ്ധം മെഡിറ്ററേനിയൻ തീരത്തേക്കും വ്യാപിക്കുകയാണ്, മെഡിറ്ററേനിയൻ രാജ്യങ്ങളിലേക്കും വ്യാപിക്കുകയാണ്. സെപ്രസിനെ ഒരു ഘട്ടത്തിൽ ഇറാൻ ആക്രമിച്ചിരുന്നു. സെപ്രസിലെ ബ്രിട്ടീഷ് വ്യോമത്താവളത്തിന് നേർക്കാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ബ്രിട്ടീഷ് വ്യോമത്താവളം അമേരിക്കയ്ക്ക് ഉപയോഗിക്കാൻ ആദ്യഘട്ടത്തിൽ ബ്രിട്ടൻ വിസമ്മതിച്ചിരുന്നു. എന്നാൽ ട്രംപ് നിലപാട് കടുപ്പിച്ചപ്പോൾ ബ്രിട്ടന് സമ്മതിക്കേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം. ട്രംപിൻ്റെ കർശനമായ നിലപാടിന് മുന്നിൽ ബ്രിട്ടൻ വഴങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ഈ അമേരിക്കയുടെ ഭൂരിഭാഗം വിമാനങ്ങളും സെപ്രസിലാണ് ഉള്ളത് എന്നതാണ് ഇറാനെ പ്രകോപിപ്പിക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. അവരുടെ പരമോന്നത നേതാവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പരമോന്നത നേതാവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടും അവരുടെ ഭരണകൂടത്തിന് ഒരു കുലുക്കവും സംഭവിച്ചില്ല. അമേരിക്ക വിചാരിച്ചത് അമേരിക്ക ആക്രമിച്ച ഉടൻ ഇറാനിൽ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടുമെന്നും ഇറാനിലെ വിമതർ, ആഭ്യന്തര കലാപത്തിൽ പങ്കെടുത്തവർ ഇറാൻ പിടിച്ചെടുക്കും എന്നുമൊക്കെയായിരുന്നു. എന്നാൽ ഖൊമൈനിയുടെ വധത്തോടുകൂടി അതൊക്കെ പാഴായി മാറി. ഇപ്പോൾ ഖൊമൈനിക്ക് മുമ്പിൽ ലക്ഷക്കണക്കിന് വരുന്ന ഇറാനികൾ അണിനിരക്കുന്ന ചേതോഹരമായ അല്ലെങ്കിൽ വിപ്ലവകരമായ കാഴ്ചയാണ് ഇറാനിൽ കാണുന്നത്. ഖൊമൈനിയുടെ കബറടക്കം എപ്പോഴാണെന്ന് ഇറാൻ ഭരണകൂടം അറിയിച്ചിട്ടില്ല. ജനങ്ങൾ ഇറാനിൽ തിങ്ങിപ്പാർത്ത് നിൽക്കുകയാണ് അവരുടെ നേതാവിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി. ജീവിതം മുഴുവൻ യുദ്ധത്തിൽ വളർന്ന നേതാവ്, ജീവിതകാലം മുഴുവൻ ഇറാന് വേണ്ടി സേവിച്ച നേതാവ്, ഇറാന്റെ പരമോന്നത നേതാവ്, അതാണ് ഖൊമൈനി. ആ ഖൊമൈനിയാണ് വധിച്ചിരിക്കുന്നത് അമേരിക്ക. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും യുദ്ധം തീരുകയില്ല. ഇവിടെ പല രാജ്യങ്ങളും നിശബ്ദത പാലിക്കുന്നതും ശ്രദ്ധേയമാണ്. റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ഒക്കെ ഇറാന്റെ സുഹൃത്തുക്കളാണ്. പക്ഷേ ആപത്ത് വന്നപ്പോൾ അവരാരും കൂടെയില്ല എന്നുള്ളതും ശ്രദ്ധേയം. ആപത്ത് വന്നപ്പോൾ അവരാരും കൂടെ ഇല്ലാതായിപ്പോയി. അവിടെയാണ് പാളിച്ചകൾ പറ്റിയത് ഇറാൻ ഒറ്റയ്ക്ക് നിന്ന് പൊരുതേണ്ട അവസ്ഥ. ഒറ്റയ്ക്ക് നിന്നിട്ടും നട്ടല് നിവർത്തി അവർ പൊരുതുന്നു എന്നുള്ളതാണ് അവരുടെ വീര്യം. ഗൾഫ് രാജ്യങ്ങളെ ഒന്നടങ്കം അവർ ആക്രമിച്ചു കഴിഞ്ഞു. ബഹ്റിനിലാണ് അമേരിക്കയുടെ പ്രധാനപ്പെട്ട സൈനിക താവളമുള്ളത്. ബഹ്റിനിൽ നേർക്ക് നിരന്തരം ആക്രമണം നടത്തുകയാണ് ഇറാൻ. സെപ്രസിലാണ് ഏറ്റവും വലിയ വിമാനത്താവളം ഉള്ളത്. വിമാനങ്ങളിൽ ഭൂരിഭാഗവും സെപ്രസിലാണ് അമേരിക്ക ഇട്ടിരിക്കുന്നത്. സെപ്രസിനെ ആക്രമിക്കുമെന്ന് ഇറാൻ പറഞ്ഞു കഴിഞ്ഞു. സെപ്രസ് ഭീതിയിലാണ്. ജനങ്ങളോട് ജാഗ്രത പുലർത്താൻ സെപ്രസ് അധികൃതർ നിർദ്ദേശിച്ചു.
സപ്രസിനെ ഇറാൻ ആക്രമിക്കുന്നതോടെ യുദ്ധം മെഡിറ്ററേനിയൻ പ്രദേശത്ത് വ്യാപിക്കും എന്നുള്ളത് ഉറപ്പാണ്.